ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്, അതായത് ജാമ്യം കൊടുക്കുന്നതിനോ അല്ലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോ ഒരു ദിവസം പോലും കാലതാമസം വരുത്തിയാൽ അത് നീതി നിഷേധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ശരിയാണ്. കാരണം നമ്മുടെ ഭരണഘടനയിലെ റൈറ്റ് ടു ലൈഫ്, അതിനകത്ത് നോക്കും ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് ഇതെല്ലാം പെടും. സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ ഇതേപോലെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, ജാമ്യാപേക്ഷ കൊടുക്കുന്നു, അതിൻ്റെ തീരുമാനം ഒരു ദിവസമെങ്കിലും വൈകുന്നത് നീതി നിഷേധമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുള്ളത്, സംഭവം സത്യമാണ്, പക്ഷേ ഇത് സുപ്രീം കോടതിക്കും തിരിഞ്ഞടിക്കത്തില്ലേ എന്ന് ഞാൻ കരുതുന്നു. സുപ്രീം കോടതിയിലൊക്കെ ജാമ്യാപേക്ഷ എത്രയോ വർഷങ്ങൾ കിടക്കുന്നുണ്ട് ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ നീതി നിഷേധമല്ലേ? അതൊരിക്കലും പാടില്ല. ഒരാൾക്ക് ജാമ്യാപേക്ഷ കൊടുക്കുന്നു, ആ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് അത് തള്ളിക്കളയണം. അതല്ല, ജാമ്യം കൊടുക്കേണ്ടതാണെങ്കിൽ അത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കണം. അത്രയും വർഷങ്ങൾ അയാൾ എന്തിന് ഈ ജാമ്യം കൊടുക്കുന്ന കാലയളവ്? ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശിക്ഷയല്ല, ശിക്ഷയായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമല്ല അത്. അപ്പോൾ ആ ശിക്ഷയല്ലത്, അത് ശിക്ഷ. ഇത് നമ്മുടെ, അതായത് BNSS അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പഴയ CRPC അനുസരിച്ച് ജയിലിൽ കിടക്കുന്ന കാലം യഥാർത്ഥത്തിൽ അയാളുടെ ശിക്ഷയിൽ നിന്ന് കുറഞ്ഞു കിട്ടും, കേസ് ശിക്ഷിക്കുകയാണെങ്കിൽ. അത് ചെയ്യും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അത് ഇത്രയും നാളായി അയാൾ അകത്ത് കിടന്നു, അത് ആ കാലം കുറച്ച് കിട്ടും എന്ന് കരുതി ഒരാളെ ശിക്ഷിക്കുന്നതിന് പകരം അയാളെ അങ്ങ് ജയിലിൽ ഇട്ടേക്കുക എന്ന് പറയുന്നത് കടത്തമാണ്. അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതായത് വർഷങ്ങൾ, അതായത് എത്രയോ വർഷങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻ സ്വാമി മരിച്ചറിയാമല്ലോ, കസ്റ്റഡി കിടന്നില്ലേ, പാർക്കിൻസൺസ് ബാധിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ജാർഖണ്ഡിലായിരുന്നു എനിക്ക് തോന്നുന്നു. ജാർഖണ്ഡിൽ അദ്ദേഹം ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നും ആരോപിച്ചാണ് അദ്ദേഹത്തെ ജയിലിട്ട്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത മനുഷ്യൻ വീൽ ചെയറിൽ അവിടെ കസ്റ്റഡിയിൽ കിടന്ന് മരിച്ചു. ഇത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലല്ലോ, അത് നീതി നിഷേധമല്ലേ? അപ്പോൾ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എത്രത്തോളം കാലതാമസം വരുത്തുന്നുവോ അത് നീതി നിഷേധമാണ്. അതുപോലെയാണ് ഒരു മാധ്യമപ്രവർത്തനായ ശ്രീ സിദ്ദീഖ് കാപ്പൻ്റെ കാര്യം. അയാൾ എന്ത് ചെയ്തിട്ടാണ്? അയാൾ 4 വർഷം ജയിലിൽ കിടന്നില്ലേ, ഒരു കാര്യമില്ലാതെ. കാരണം അയാൾക്ക് റൈറ്റ് ടു മൂവ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. ആർട്ടിക്കിൾ 19 നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു അവകാശം, ഇന്ത്യയുടെ ഏത് ഭാഗത്തും സഞ്ചരിക്കാനുള്ള അവകാശം. അയാൾ ഉത്തർപ്രദേശിലൊന്ന് പോയി, അത്രയേ ഉള്ളൂ, തീർന്നു. അയാൾ പോയി. അതോടുകൂടി അയാളെ പിടിച്ചകത്തിട്ടു. അയാൾക്ക് ജാമ്യം എത്രയോ വർഷങ്ങൾ അയാൾ നടന്ന അവസാനം സുപ്രീം കോടതിയല്ലേ ജാമ്യം കൊടുത്തത്. അതും എത്ര കാലത്തിന് ശേഷം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി നിരീക്ഷണം വളരെ ശരിയാണ്, പക്ഷേ അതെല്ലാവരും പാലിക്കണം. അതാണ് വേണ്ടത്.